ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാട്ടത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും അതേപോലെ തന്നെ നിധിയും കൂടി ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹരീഷ് ഇത്ര നേരമായി അന്വേഷിച്ച് പോയിട്ട് എന്നിട്ട് കണ്ടെത്തിയില്ലല്ലോ, എന്താണ് ഹരീഷ് വരാത്തത്? എൻ്റെ ദൈവമേ, സുധീഷ് ചേട്ടനെ എവിടെ നിന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ നിധി പറയാണ്, അതേ ആ നികേഷിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ആകെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അവനൊന്ന് കരഞ്ഞിരുന്നെങ്കിലൊന്നും കുഴപ്പമില്ലായിരുന്നു. സുഭാഷേട്ടനെ കാണാതെ അവർ ഭയങ്കര സങ്കടമുണ്ടെന്നും പറയണം. നിധി എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷേ ഇനി എവിടെ പോയി അന്വേഷിക്കാനാണ്, അതും കൂടി ഒന്ന് പറ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന് നമ്മുടെ അച്ഛൻ ഈ സുധീഷിനോട് പറയാണ്, അതെ എനിക്കൊരു ഡൗട്ടുണ്ട് മക്കളെ, ഈ സുഭാഷ് ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ, അവരുടെ വീട്ടിലോ? എവരുടെ വീട്ടിൽ? അല്ല, ഒരു ഭായി ഇല്ലേ സുഭാഷിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ഭായി, ആ ഭായിക്കൊരു പെങ്ങളുണ്ടല്ലോ, എന്താണ് പെണ്ണിൻ്റെ പേര്? ചാന്ദിനി എന്നോ മറ്റെന്താണ്ടാണ് പേര്. ചിലപ്പോൾ അവളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലോ? ഇത് കേട്ട സുധീഷിന് കാര്യം വരികയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സുഭാഷ് ഏട്ടൻ എന്താ അങ്ങനെ ഒരുത്തനാണോ? അങ്ങനെ പോകുന്ന ഒരാളാണോ സുഭാഷ് ഏട്ടൻ? എടാ, മനുഷ്യൻ്റെ മനസ്സല്ലേ, എപ്പോഴാണ് മാറിപ്പോകുന്നതെന്ന് ആർക്ക് പറയാനായിട്ട് പറ്റും? നീ എന്ന് ഏതായാലും അവരുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാ, ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലോന്നേ. ഏതായാലും ചാന്ദിനിയെ കാണുകയും ചാന്ദിനിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഈ സുഭാഷ്. ഇവിടെ വരുമ്പോഴൊക്കെ ഈ ചാന്ദിനി സുഭാഷിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാറേ ഇല്ല, എപ്പോഴും കളിച്ച് ചിരിച്ച് വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനും പറഞ്ഞത്, ചിലപ്പോൾ സുഭാഷ് ആ ചാന്ദിനിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ചുമ്മാതിരിക്കുന്നുണ്ടോ? എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരാളല്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എടാ, എനിക്കും അറിയാം, എടാ സുഭാഷ് അങ്ങനെ ഒരാളല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളുടെ ഒരു സംശയം തീർക്കാൻ വേണ്ടി നിനക്കൊന്ന് അവിടെ പോയി നോക്കിക്കൂടെ? ഓ വേണ്ട, എങ്ങും പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എൻ്റെ സുഭാഷ് ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഓ എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ അവിടെ നിന്ന് പോവാണ്. അച്ഛൻ അവിടെ നിന്ന് പോയപ്പോൾ നമ്മുടെ സുധീഷ് മറ്റൊരു കാര്യം ചിന്തിക്കുക. കാരണം ആ ബായിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അങ്ങനെ ആ ബായി ആ വഴിയിൽ വെച്ച് കണ്ടതും, ആ ബായി എൻ്റെ സുഭാഷ് ചേട്ടനെ കാണില്ല, ബായിക്ക് അറിയാവോ ഇവിടെ ഉണ്ടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ പേടിക്കണ്ടെന്നേ, സുഭാഷ് ഏട്ടൻ നിങ്ങളെയൊക്കെ വിട്ട് എവിടെ പോകാൻ, ഉറപ്പായിട്ടും വരും എന്ന് ഒരു കൂളായിട്ട് പറഞ്ഞതിന് ശേഷം ബായി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ സുധീഷിന് അവിടെ സംശയം തുടങ്ങുക. അപ്പോൾ സുധീഷ് ഇങ്ങനെ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ബായി അങ്ങനെ പറഞ്ഞത്? ഞാൻ ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെയാണ് ആ ബായിയോട് സംസാരിച്ചത്. സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നും സുഭാഷ് എവിടെ ഉണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒരു കുഴപ്പമില്ലാതെ രീതിയിലാണ് ആ ബായി പോയത്. മുഖത്ത് ഒരു ടെൻഷനും കണ്ടില്ല. അപ്പം ഇത് സംശയത്തിൽ കുടുങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു അക്ഷരം പോലും വേണ്ടാതെ ആ സ്കൂട്ടർ എടുത്തിട്ട് ഒറ്റ വിടല സുധീഷ് വിട്ടത്. അപ്പോൾ നിധി വിളിക്കുന്നുണ്ട്, സുധീഷ് എവിടെ പോകുന്നു ചോദിക്കുന്നുണ്ട്. പക്ഷെ സുധീഷ് പറയുന്നുമില്ല. അങ്ങനെ സുധീഷ് ആ ബായിയുടെ വീട് ലക്ഷ്യമാക്കി പോകും. ആ ബായിയുടെ വീട് എവിടെയാണെന്ന് പോലും സുധീഷിന് അറിയില്ല. അങ്ങനെ ഈ വഴിയിൽ നിന്ന് ആൾക്കാരോടൊക്കെ ചോദിക്കണം, അതെ ഇവിടെ ഒരു ഭായി ഉണ്ട്, ആ ഭായിയുടെ വീട് ഏതാണെന്ന് അറിയാവോ? അപ്പോൾ ഭായിയുടെ പേരും പറഞ്ഞു കൊടുക്കാം. ബായുടെ പേരും പറഞ്ഞു കൊടുത്തപ്പോൾ അറിയില്ലോ, എനിക്കറിയില്ല കേട്ടോ, ഞാനിവിടെ ആദ്യമായിട്ടാണ്, ഞാൻ അധികം നാളായില്ല ഇവിടെ വന്നിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇങ്ങനെ സുധീഷ് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് ആൾക്കാരെ കാണുകയാണ്. അവരോടും ചോദിക്കുകയാണ്, ബായിനെ അറിയാവോ എന്നൊക്കെ. അപ്പോൾ ബായുടെ പേര് കഴിഞ്ഞപ്പോൾ മേസ്ത്രി പണിക്ക് പോകുന്ന ആ ബായിയാണോ? അത് തന്നെയാണെന്നും പറയുകയാണ്. ആ പുള്ളിക്കാരൻ്റെ വീട് അവിടെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ സുധീഷ് ആ വീട് ലക്ഷ്യമാക്കി തന്നെ ഓടി അങ്ങോട്ട് കയറുക. കൂടെ കോളിമ്പല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭായി കാതവൊന്ന് തുറക്കുക. ഭായി ഇങ്ങനെ തുറപ്പിച്ചൊന്ന് നോക്കുകയാണ് ഈ സുധീഷ് കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഈ നമ്മുടെ സുഭാഷിൻ്റെ വർത്തമാനം അകത്തുനിന്ന് കേൾക്കുന്നത്. എൻ്റെ അനിയന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല, അവരിപ്പോൾ എന്തെടുക്കുകയായിരിക്കും, അവർ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കോ എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ അവിടെ കേൾക്കുന്നത്. ഇത് കേട്ട് സുധീഷ് പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. സുധീഷ് ബായിനെയും തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് കയറി അടുക്കള ഭാഗത്തേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചാന്ദിനി ആണെങ്കിൽ ചപ്പാത്തി പരത്തി സുഭാഷിന് ഇട്ട് കൊടുക്കുക. എനിക്ക് വേണ്ട എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ലെന്നേ, ഖാവോ എന്ന് പറയുകയാണ് ഈ ചാന്ദിനി. അപ്പോൾ ഈ സുഭാഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത് കഴിക്കും, എൻ്റെ അനിയന്മാർ കഴിച്ചിട്ടുണ്ടാവോ? അവർക്ക് ഞാനല്ലാതെ വേറെ ആര് വെച്ച് വിളമ്പി കൊടുക്കാനാ? ഞാനുള്ളപ്പോഴേ അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുകയല്ലേ, അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ കാരണം അവർക്കൊരു നാശനഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് പാടില്ല.
അപ്പോൾ ഇത് കേട്ടതും സുധീഷ് ആണെങ്കിൽ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുക. പെട്ടെന്ന് സുഭാഷ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ സുധീഷ് നിൽക്കുന്നു. സുഭാഷ് ഞെട്ടിപ്പോയി. സുഭാഷ് അവിടെ നിന്ന് ചാടി എണീക്കുക. അപ്പോൾ സുധീഷ് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിട്ടു പോയത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളെ ഞങ്ങൾക്ക് വേണോ വേണ്ടെന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്തിനാണ് സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. മോനെ അത് പിന്നെ മോനെ എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല മോനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓഹോ അത് ശരി, അപ്പം ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചോ? ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുമെന്ന് ഏട്ടൻ ചിന്തിച്ചു പോലുമില്ല. എന്നിട്ടാണോ ഏട്ടാ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? ബായിയോട് ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ ഏട്ടനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, ഏട്ടനെ കണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം ബായി എന്നോട് പറഞ്ഞ എന്താ, കണ്ടില്ല എന്നല്ലേ? അപ്പം കള്ളം പറയുമായിരുന്നല്ലേ? അത് പിന്നെ സുഭാഷ് ബായി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എടാ ഞാനാടാ പറഞ്ഞത്, ആരോടും പറയണ്ട. ഓ ഇപ്പം എന്തായി? എന്നാലും സുഭാഷ് ഏട്ടൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സുഭാഷ് ഏട്ടാ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എടാ സുധീഷേ ഞാൻ വരുന്നില്ലടാ. പിന്നെ വരാതെ? സുധീഷ് ഏട്ടൻ വരാതെ ആ കുടുംബത്തിൽ ഒരാൾ പോലും അനങ്ങില്ല. ഞാൻ പറയുന്നത് സുഭാഷ് ഏട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ വന്നണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചടച്ചുകൊണ്ട് സുഭാഷ് ഏട്ടനെ സ്കൂട്ടറിലേറ്റിക്കൊണ്ട് പോവുക. അങ്ങനെ സ്കൂട്ടറിൽ അവിടെ പോയി വീട്ടിൽ വന്നിറങ്ങുക. അപ്പോഴേ അച്ഛനിറങ്ങി വരുന്നു. നിധി നമ്മുടെ ഹരീഷൊക്കെ വരികയാണ്. ദേടാ സുഭാഷ് ഏട്ടൻ വന്നടാ എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും നികേഷ് ചാടി ഓടി ഇറങ്ങി സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ കെട്ടിപ്പിടുത്തം. സുഭാഷ് ഏട്ടനും ആകെ സങ്കടമായി. കാരണം ഹരീഷിനെ വിട്ട് ഈ നികേഷിനെ വിട്ട് ഇതുവരെയായിട്ടും നമ്മുടെ സുഭാഷ് ഏട്ടൻ എവിടെയും പോയി നിന്നിട്ടില്ല. ആ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നികേഷ് കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ്. എന്നാലും സുഭാഷ് ഏട്ടാ ഇത് എവിടെയായിരുന്നു സുഭാഷ് ഏട്ടൻ ഞങ്ങളെല്ലാവരെയും തീറ്റിച്ച് കളഞ്ഞല്ലോ സുഭാഷ് ഏട്ടാ, ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എടാ സോറിയുടെ മക്കളെ, നിങ്ങളെ വിട്ട് എനിക്ക് പോകേണ്ടി വന്നു. ആ ജോത്സ്യം പറഞ്ഞത് കേട്ടില്ലായിരുന്നു എന്ന് വെച്ച് പറയണം. ആ ജോത്സ്യം പറയുന്നത് കേട്ടിട്ടാണ് സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. എന്നാലും വേണ്ടായിരുന്നു സുഭാഷ് ഏട്ടാ, അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു എന്ന് നിധിയും പറയാണ്. അപ്പം അച്ഛൻ ഇറങ്ങി വരികയാണ്. അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ആണെങ്കിൽ അച്ഛാ സോറി അച്ഛാ, ആ ജോത്സ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം അച്ഛൻ കായ് പോക്കി കാരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞു ഒറ്റ അടി അടിക്കുകയാണ്. അപ്പോൾ ആരും തടയാനായിട്ട് പോയില്ല. കാരണം അച്ഛൻ കൊടുത്ത അടി അത് കിട്ടേണ്ട അടി തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു. എടാ നിനക്ക് നാണം ഉണ്ടാടോ ഇങ്ങനെ ഒരു ജോത്സ്യം പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി പോകാനായിട്ട്? നീ എന്താ കൊച്ചു കുട്ടിയാണോ? എടാ ഈ നാട്ടുകാരും ബാക്കിയുള്ളവരെല്ലാം പറയുന്നതാ ഞാൻ എൻ്റെ 2 ഭാര്യമാരെയും കൊന്നെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കറിയാം സത്യം എന്താണെന്ന്. ഞാൻ അവരെ കൊന്നിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എടാ എനിക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതി, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എടാ ഒരു ജോത്സ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞ് പോയിരിക്കുന്നു, എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ട് നേരെ അകത്തേക്ക് കയറി പോവാം. അപ്പോൾ സുധീഷ് ആണെങ്കിൽ സുഭാഷ് ഏട്ടനിട്ട് ഈ ഒരു അടി കിട്ടേണ്ടതാണ്. ഞങ്ങൾ സുഭാഷ് ഏട്ടൻ്റെ ഇളയതായി പോയി, അല്ലെങ്കിലേ ഞങ്ങൾ നല്ല അടി വെച്ച് തന്നാനായിരുന്നു. കേട്ടല്ലോ? നിങ്ങളുടെ സോറിയുടെ മക്കളെ, ആ ഒരു വിഷമത്തിൽ എനിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹരീഷ് ചോദിക്കണമല്ല ഏട്ടനെ എവിടെ നിന്ന് കിട്ടി, ഏട്ടനെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതല്ലേ ട്വിസ്റ്റ്. ഏട്ടനെ എവിടെയായിരുന്നു അറിയാവോ? ആ ബായിയുടെ വീട്ടിൽ. ബായിയുടെ വീട്ടിലോ? ആ ബായിയുടെ വീട്ടിലായിരുന്നു. അവിടെ ബായിയുടെ പെങ്ങളില്ലേ ചാന്ദിനി ചപ്പാത്തി ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ചപ്പാത്തി ചുട്ട് ദേ സുഭാഷ് ഏട്ടൻ ഇട്ട് കൊടുക്കുകയും ചെയ്യായിരുന്നു. നമ്മളൊക്കെ സുഭാഷ് ഏട്ടനെ കാണാതെ അലഞ്ഞ് തിരിഞ്ഞ് എവിടെയെല്ലാം നടന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പോലെയും. പക്ഷേ സുഭാഷ് ഏട്ടനെ അവിടെ വിശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് ചാന്ദിനി കൊടുക്കുന്ന ഭക്ഷണം വിളമ്പി തിന്നുകയായിരുന്നു. എടാ അങ്ങനെയൊന്നും പറയരുത് കേട്ടോടാ, ഞാൻ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എനിക്ക് ചാന്ദിനി ഭക്ഷണം ഇട്ട് തന്നു, പക്ഷെ എനിക്ക് വേണ്ടെന്ന് പറയായിരുന്നു. ആ സമയത്തല്ലേ നീ വന്നത്? ശരിയാ, ആ സമയത്താണ് ഞാൻ വന്നത്. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ അത് കഴിക്കാൻ പറ്റിയില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് കഴിക്കാതെ വെച്ചു. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ ആ ചപ്പാത്തി മുഴുവനും വെട്ടി വിഴുങ്ങുമായിരുന്നില്ലേ? എടാ നീ അനാവശ്യമൊന്നും പറയാൻ നിൽക്കരുത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അയ്യടാ അപ്പോൾ ചാന്ദിനിയോടൊപ്പം കൂട്ടുകൂടാനായിരുന്നു താല്പര്യം. സുധീഷേ നീ അനാവശ്യമായിട്ട് പറയരുതേട്ടാ സുധീഷേ. അപ്പം ഈ ഹരീഷിനും നിധിക്കൊക്കെ ചിരി വരിക. എടാ മക്കളെ,
ഒക്കെ വിട്ടേരടാ. എടാ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനൊരു തുള്ളി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലടാ. പക്ഷേ എനിക്കിവിടുന്ന് പോകാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ വില അറിയാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചിട്ടൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിധി പറയണം തീർന്നു. ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അപ്പോൾ സുഭാഷ് ആണെങ്കിൽ എന്നാൽ ശരി ഞാൻ പോയി എടുത്ത് വയ്ക്കാം. വേണ്ട എടുത്തെടുത്തോളൊക്കെ മതി. ഇനി ഞങ്ങൾ പോയി എടുത്തോളാം. വാ നിധി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷേട്ടൻ അല്ല നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. സുഭാഷേട്ടൻ കഴിക്കുക ഭക്ഷണം. അങ്ങനെ സുഭാഷിന് കറിയൊക്കെ കൊടുക്കുക. അവിടെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വരികയാണ്. അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ തൂച്ച് നോക്കുക. അതേപോലെ തന്നെ സുഭാഷ് നോക്കുകയാണ്. നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിധി വിളിക്കണം, അച്ഛൻ വാ അച്ഛാ ഭക്ഷണം വിളമ്പി തരാം അച്ഛാ. വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയാം. അങ്ങനെ അച്ഛന് ഭയങ്കര സങ്കടം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അച്ഛൻ. അപ്പോൾ സുഭാഷ് പറയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. വേണ്ടെന്നേ സുഭാഷ് കഴിക്കാതെ. എടാ മക്കളെ സോറിയടാ നിധി, സോറി, എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്ധമായിട്ട് വിശ്വസിച്ചു. എൻ്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയാണ് സോറി അച്ഛാ, ഇനി ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല അച്ഛൻ വാ, അച്ഛൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം അച്ഛാ. വേണ്ട നീ കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ കഴിക്കുന്നത് കാണാനാ ഞാനിവിടെ വന്നിരുന്നത് എന്ന് പറയുമ്പോൾ സുഭാഷിൻ്റെ കണ്ണുകൾ നിറയുക. ബാക്കിയുള്ളവരെല്ലാവരും കരയാണ്. അങ്ങനെ സുഭാഷ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുകയും ചെയ്യാണ്. അങ്ങനെ ഇന്ന് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങാം. അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഹരീഷ് എണീറ്റ് കൂത്തിരിക്കുകയാണ്. ഹരീഷിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. അതിനുശേഷം സുധീഷേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുക. സുധീഷ് എണീക്കുകയാണ്. നീ ഇനി കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെ ഓരോരുത്തരായിട്ട് സുഭാഷിന് വേണ്ടി കാവലിരിക്കുക. ഇനി സുഭാഷ് വല്ല ഇറങ്ങിപ്പോയാലോ എന്ന് ഇവർക്കൊരു പേടി. അപ്പോൾ ദേ വരുന്നു നിധി പറയണല്ലോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്, നിധി പോയി കിടന്ന് ഉറങ്ങിക്കോ. ആ ശരി എന്ന് പറഞ്ഞ് നിധിയും പോവാം. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടന് വേണ്ടി തന്നെ കാവലിരിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.